ഓടിച്ച് കൈ ഒടിഞ്ഞ് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് രണ്ട് കാലിന്റെ ബന്ധം കെട്ടിക്കൊണ്ടിരുന്നത്. ഇവിടുന്ന് ഡിപ്പാർട്ട്മെന്റ് നാലുള്ള ഒരാൾ ചെന്നിട്ട് എന്താ പറ്റിയത്, എങ്ങനെ പറ്റിയതെന്ന് അന്വേഷിക്കാൻ പോയോ? അങ്ങനെയില്ല, ഞങ്ങൾ ഇല്ല, അതാണ് പറഞ്ഞത് അന്വേഷണം ഇല്ലാന്നിട്ട്. പിന്നീട് പറയില്ല, ഞങ്ങളിത് പരിപാടിയാണ്, ഇത്തരം പരിപാടി തന്നെയാണ്. ഒരാരെങ്കിലും വന്ന് ഡിപ്പാർട്ട്മെന്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തന്നെ ഒരു ശാശ്വതമായ നടപടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വേറെ രണ്ടുപേരും ഇന്നലെ സാറന്മാർ വന്നേക്കുന്നുണ്ട്. ഈ ആന 28 ആനയുടെ അടുത്ത് രണ്ടുപേരും വന്ന് നാട്ടുകാരില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളത് ശരിക്കും പ്രതിഷേധിക്കും. ബുദ്ധിമുട്ടാണല്ലേ ജീവിതം? ഇവിടെ വളരെയേറെ കഷ്ടപ്പെട്ടാണ്. കാരണം സാധാരണക്കാരാണ് ഇവിടെ ജീവിക്കുന്നവർ. അവർ കൃഷി ചെയ്തും അതുപോലെ തന്നെ ഇവരെ റബ്ബർ വെട്ടുകാരും മറ്റു കാര്യങ്ങളുമായിട്ടുമാണ് അവർക്ക് രാവിലെ ഇറങ്ങി റബ്ബർ വെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയേക്കാണ്. കാരണം ഇവിടെ വന്ന് തോട്ടത്തിൽ വന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാണ്. അതുപോലെ തന്നെ വാഴക്കൃഷി, മഞ്ഞൾ, മറ്റുള്ള കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാ ആനകളും മറ്റുള്ള അതുപോലെ തന്നെ ഇപ്പൊ വയനാട് സംഭവിച്ചത് അധികം ദൂരം അല്ലാതെ തന്നെ ഈ നാട്ടിൽ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഭീതിയിലാണ്. ഞങ്ങളുടെ ഇല്ലത്തോട് മുളങ്കുഴി ഭാഗം ഞങ്ങൾക്ക് കിടന്നുറങ്ങാനോ ഞങ്ങൾക്ക് ഒരു യാത്ര പോയാൽ തിരിച്ചു വരാൻ തേക്കുന്തോട്ടം ഭാഗത്ത് എത്തുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ആനയുണ്ട് അവിടെ. റോഡ് ക്രോസ് ചെയ്ത് റോട്ടിൽ കൂടെയാണ് ആനയുടെ സഞ്ചാരം. ഇപ്പൊ ഞങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും? ഇവര് മനുഷ്യന്റെ ജീവന് യാതൊരു വില ഇവർ കൽപ്പിക്കുന്നില്ല. അവരുടെ മൃഗത്തിന് മാത്രമാണ് അവർക്ക് വില കൽപ്പിക്കുന്നുള്ളൂ. അല്ല, ഈ ഫെൻസിങ്ങിന് വേണ്ടി പൈസ അനുവദിച്ചിരുന്നു പറയുന്നു. അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അത് എസ്റ്റിമേറ്റ് എടുത്തിട്ട് മാസങ്ങളായി. ഇതുവരെ അതിന് ഒരു പ്രയോഗത്തിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ. എല്ലാ ദിവസവും ഈ ആന വന്നോണ്ട് ഞങ്ങൾക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. ഇന്നലെ മുതൽ 2 മണി മുതൽ ഞങ്ങൾ എഴുന്നേറ്റിരിക്കണേണ്. ഓരോ കൂട്ടം ആനകളാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. അതായത് പിള്ളേർക്കായാലും ഇപ്പൊ 7 മണിക്ക് മുന്നേ ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് മുന്നേ ഞങ്ങൾ വീട്ടിൽ കയറേണ്ട അവസ്ഥയാണ്. മകൾ ഒരു കാര്യങ്ങളും ഒരു ആശുപത്രി കേസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതിപ്പോ ഈ കഴിഞ്ഞ ആഴ്ച 2 ദിവസം മുമ്പ് SNDP തൊട്ടടുത്ത് അതിന്റെ ഗേറ്റ് തകർത്ത് ബിൽഡിങ്, അതിന്റെ തൊട്ടടുത്ത് ശ്രീഭദ്രകാളി ക്ഷേത്രം, ദേവീക്ഷേത്രം, അതിന്റെ ഊട്ടുപുര തകർത്ത് അവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ആ പ്രശ്നങ്ങൾ നിരന്തരം ഒരു ഭീഷണിയാണ്. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിന് മെയിൻ കാരണം. കർഷകരായി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഫെൻസിങ്ങിന് 80 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയണ്ടേ, 80 ലക്ഷം രൂപ. പക്ഷെ അത് എവിടെ എന്തെന്ന് ആർക്കറിയാം. ഈ ചേട്ടനാണ് രാത്രി ആന വരുമ്പോ എല്ലാം ഇതും കൃഷി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ചേട്ടനാണ് ഏറെക്കുറെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ഈ പ്രകാരം എനിക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം രാവും പകലില്ലാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കണേ. എൻ്റെ കൃഷി മൊത്തം ഇത് മാത്രമല്ല, ഇതിനിപ്പോൾ 4ാമത്തെ തവണ ഇവിടെ ഇറങ്ങി അവിടെ മൊത്തം മുകളിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. മൊത്തം നിരപ്പാക്കിയിട്ടേക്കാം റബ്ബർത്തെ. ഞാൻ പാടത്തിനടുത്ത് ചെയ്യുന്ന ആളാണ്. ഞാൻ 94 തുടങ്ങി ഇന്നേ വരെ കൃഷി ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഇന്നേ വരെ കാര്യം കൃഷിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ തുടങ്ങിയതല്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. ആരെയും എന്താ പറയുക, ഈ സാറുമാരെ ഞാൻ ഒരു ബുദ്ധിമുട്ടിക്കാനോ എടുക്കാനോ അല്ല. അയലക്കാരുണ്ട്, അവർ വിളിക്കും, അത്യാവശ്യം ഞങ്ങൾ ഓടിക്കും. ഓടി എത്തണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പുറകെ പിന്നാലെ എത്താൻ പറ്റുമോ? ഇല്ല. വേറെ ഒരു മൃഗങ്ങളാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇത് സാധാരണ സംഭവം ഒന്നല്ല. ഇന്ന് രാവിലെ കാണിച്ചിട്ടുണ്ടെന്ന സാറുമാർ ഇത് നേരിട്ട് കാണണം. അത് നിങ്ങൾക്ക് എത്ര പേര് പിന്നെ ഇതേ ഫോറസ്റ്റുകാർ കൂടെ നിന്നിട്ട് ഇന്ന് രാവിലെ 6 മണിക്ക് ഈ സാധനം വന്നിട്ട് ഞാൻ ഇതിലെ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി അവിടെ നിർത്തേണ്ട ഇവിടെ നിർത്തി സാറുമാരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്. അതുപോലുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്കും ഉണ്ട്, ഇവർക്കും ഉണ്ട്. പക്ഷെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് വേണ്ടത്. ഇത് ചെയ്യേണ്ടത് ഗവൺമെന്റ് തീരുമാനം വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ നമ്പർ പറഞ്ഞ മാതിരിയാണ്. അതേ തീരുമാനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. വയനാട്ടിൽ പിടിക്കണ കടുവേനെ ഇള്ളിത്തോട്ടി കൊണ്ടുവന്ന് വിടുന്നു, ഇള്ളിത്തോട്ടി പിടിക്കണ ആനേനെ വിട്ട് വയനാട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. 2 ദിവസം കഴിയുമ്പോൾ ആളെ ചവിട്ടി കൊല്ലുമ്പോൾ ഒരു പ്രതിഷേധത്തിനും അല്ല, അത് നിങ്ങളുടെ രോഷം കൊണ്ട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ സാധനം നശിപ്പിച്ചളയാ. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പറമ്പിൽ ഒരു 10-20 വാഴകളും അതുപോലെ 3-4 തെങ്ങും തൈകളും ഈ ആന വന്ന് നശിപ്പിച്ച് കളഞ്ഞു. ഇതിനെതിരെ ഒരു പ്രതിഷേധം വരെ ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇതിന് പരാതി കംപ്ലൈന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ വനം വകുപ്പിൽ നിന്നോ യാതൊരു വിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ നഷ്ടപരിഹാരം വേണ്ട പോലെ കിട്ടുന്നില്ല. നഷ്ടപരിഹാരം വേണ്ടത്ര രീതിയിൽ കിട്ടുന്നില്ല. ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും ആന ഇവിടെ വന്ന് ശല്യം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് ഉറക്കളിച്ച് പല ദിവസങ്ങളിലും ജോലിക്ക് പോകാനായിട്ട് എനിക്ക് സമ്മതിക്കില്ല. ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വേമ്പര SNDP ഉണ്ട് ഇവിടെ. ആ SNDP ഓഫീസിന്റെ കുറച്ച് ആന ഉണ്ടായിരുന്നു, അല്ല വാഴ ഉണ്ടായിരുന്നു. അത് മൊത്തം അടിച്ച് വെച്ച് കളഞ്ഞു. അത് ഞങ്ങളുടെ ഒരു ഗേറ്റ് കളഞ്ഞു. അതിനിങ്ങപ്പുറം മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ മതിൽ 3 ദിക്കില് ചവിട്ടി പൊളിച്ചു കളഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഒരു കാരണവശാലും ഒരു തീരുമാനം ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല.